കണ്ണൂർ പുഷ്പോത്സവത്തിൽ വിദേശിയടക്കം 450ഓളം ഫ്രൂട്ട്സ് തൈകളും ബ്രസീലിയൻ ഇനമായ മരമുന്തിരിയടക്കമുള്ള വൈവിധ്യങ്ങൾ ഫലവൃക്ഷപ്രേമികളുടെ മനം കവരുകയാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് കൂടി അനുയോജ്യമായ ഫലവൃക്ഷ തൈകളുടെ ശേഖരമാണ് സ്റ്റാളുകൾ ഒരുക്കിയത്. ഓറഞ്ച്, മുന്തിരി, ഇതര സംസ്ഥാന മാമ്പഴങ്ങൾ, കുള്ളൻ പ്ലാവുകൾ, അങ്ങനെ നോക്കത്ത ദൂരത്ത് ഫലവൃക്ഷ തൈകൾ. ഇന്ത്യനും വിദേശിയുമായി നമ്മൾ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത അത്ര ഫലവൃക്ഷ തൈകൾ. കണ്ണൂർ പുഷ്പോത്സവ നഗരിയിലെ അനന്തക്കാട്ട് നഴ്സറിയിലാണ് ഈ വൈവിധ്യങ്ങൾ. പല പ്രത്യേകതകളുമുണ്ട് ഈ ഫലവൃക്ഷ തൈകൾക്ക്. അത് ജോസഫ് ജോളി ഈപ്പൻ പറയും. നമ്മുടെ നഴ്സറിയുടെ പേര് അനന്തക്കാട്ട് ഹൈടെക് ഫാം ആൻഡ് നഴ്സറി എന്നാണ്. പരിയാരം കോരമ്പേടി അടുത്താണ് നമ്മുടെ നഴ്സറി വരുന്നത്. ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ മലബാറിലെ ഏറ്റവും കൂടുതൽ അധികം വെറൈറ്റീസിൻ്റെ കളക്ഷൻ നമ്മുടെ നഴ്സറിയാണ് ഉള്ളത്. ഏകദേശം 450-ലധികം ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അത് ഇന്ത്യൻ വെറൈറ്റി, അതുപോലെ തന്നെ ഫോറിൻ വെറൈറ്റികൾ, എക്സോട്ടിക് വെറൈറ്റികളായിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും വളരെയധികം ഉണ്ട്. മരമുന്തിരി എന്ന പ്രത്യേക ഇനവും ഫലവൃക്ഷങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഗ്രോ ബാഗിലും വളർത്താൻ പറ്റും ഇവയെ. ബ്രസീലിയൻ ഫ്രൂട്ടാണെങ്കിലും നമ്മുടെ കാലാവസ്ഥക്കും അനുയോജ്യം. അപ്പോൾ അതിനകത്തൊക്കെ മികച്ച 1-2 ഇനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്താം. ജബോട്ടിക്കാമ എന്ന് പറയും മരമുന്തിരി. മുന്തിരിങ്ങ പോലെ തടിയിൽ നിറച്ച് കായ്ക്കും. മുന്തിരിങ്ങയുടെ അതേ ടേസ്റ്റാണ്. നമുക്ക് ചട്ടിയിൽ വളർത്താം. വളരെ ചെറിയ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ചെറിയ സ്ഥലത്ത് വളർത്തിയെടുക്കാം. അതുപോലെ ഒരു 1.5-2 കൊല്ലം കൊണ്ട് കായ്ച്ചു കിട്ടുന്ന ഫ്രൂട്ടാണ് ജബോട്ടിക്കാമ. മറുനാടൻ മാമ്പഴ തൈകളും പലവിധത്തിലുള്ള പേരക്കയും എല്ലാം ഇവിടെയുണ്ട്. 2 വർഷം മുമ്പത്തെ പുഷ്പോത്സവത്തിൽ അനന്തക്കാട്ട് നഴ്സറിയുടെ സ്റ്റാളിൽ നിന്ന് തന്നെ വാങ്ങിയ അൽഫോൺസ തൈ ഇത്തവണ കായ്ച്ചതിന്റെ സന്തോഷത്തിൽ വീണ്ടും ഇവിടെ എത്തിയവരും ഉണ്ട്. തീർച്ചയായിട്ടും വളരെ തന്നെയാണ് തോന്നുന്നത്. അൽഫോൺസ മാംഗോ തൈയായിരുന്നു നമ്മൾ വാങ്ങിയത് 2 വർഷം മുമ്പ് ഇവരുടെ ഇതേ കടയിൽ തന്നെ. അത് ഈ വർഷം പൂത്തിട്ടുണ്ട്. മാങ്ങയുണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 2 വർഷം മുമ്പ്. പുഷ്പോത്സവം കൃഷിയിലേക്കും ഗാർഡനിങ്ങിലേക്കും ആളുകളെ ആകർഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും നാടിന്റെ സാക്ഷ്യപത്രം. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു കൂടുതൽ താല്പര്യമാണ്. ഗാർഡനിങ് ആയാലും അല്ലാതെ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് നടുന്ന കാര്യത്തിലും എല്ലാവരും മുമ്പത്തേക്കാളും കുറച്ചുകൂടെ താല്പര്യം കൂടുതലായിട്ട് തോന്നുന്നു ഇന്നത്തെ ഇവിടുത്തെ ഈ തിരക്കൊക്കെ കാണുമ്പോൾ. വൻതോതിലാണ് ഇത്തവണ ഫലവൃക്ഷ തൈകളും ആളുകൾ കൊണ്ടുപോകുന്നത്. കൃഷി ചെയ്യേണ്ട രീതിയെക്കുറിച്ചും സ്റ്റാളുകാർ കർഷകർക്ക് പറഞ്ഞു നൽകുന്നുമുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായ 450-ലധികം ഫ്രൂട്ടുകളാണ് ഈ സ്റ്റാളിൽ വന്നാൽ കിട്ടുക. ഇതെല്ലാം തന്നെ കായ്ക്കും, നമുക്ക് മധുരം നൽകും. ഇതാണ് ഈ സ്റ്റാളുകാരുടെ ഉറപ്പ്. പുഷ്പോത്സവ സ്റ്റാളിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.